ഒരു കാട്ടില് മരം വെട്ട് ജോലി ചെയ്യുന്ന 2 ആൾക്കാരുണ്ടായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആദ്യത്തെ ആള് നിർത്താതെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇടയിൽ റെസ്റ്റ് ഒന്നുമില്ല. രണ്ടാമത്തെ ആള് ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു കുറഞ്ഞ ടൈം സ്റ്റോപ്പ് ചെയ്യും. ഇത് കണ്ട് ആ ആദ്യത്തെ ആള് മനസ്സിലിങ്ങനെ ചിരിച്ചു. ഇവനിങ്ങനെ ഇടക്കിടക്ക് സ്റ്റോപ്പ് ചെയ്താൽ എന്നെക്കാൾ കൂടുതൽ എങ്ങനെയാണ് ജോലി ചെയ്യുക? ടൈം ഏകദേശം വൈകുന്നേരമായി തുടങ്ങി. 2 പേരും വെട്ടിയ മരങ്ങൾ എണ്ണി. പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഇടക്കിടക്ക് സ്റ്റോപ്പ് ചെയ്ത ആളായിരുന്നു ഏറ്റവും കൂടുതൽ മരം വെട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് ആ ആദ്യത്തെ ആള് ചോദിക്കുകയാണ്, ഞാനൊരു നിമിഷം പോലും വെറുതെ ഇരുന്നിട്ടില്ല, ഫുൾ ടൈം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇടക്കിടക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഇത്ര കൂടുതൽ മരം വെട്ടിയത്? അപ്പോൾ അയാളൊന്ന് ചിരിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ വിശ്രമിച്ചിരുന്നിട്ടില്ല, ഞാൻ ഓരോ സമയം ഇരിക്കുമ്പോഴും എൻ്റെ കോടാലിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ഒരു മറുപടി നമ്മളെ ജീവിതത്തിനൊരു പാഠമാണ്. നമ്മളിൽ പലരും രാവും പകലില്ലാതെ ജോലി ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ബിസിയാണ്. അവസാനമായിട്ട് നമ്മൾ എപ്പോഴാണ് ഒരു പുതിയ സ്കില്ല് പഠിച്ചത്? എപ്പോഴാണ് നമ്മൾ സ്വന്തം നോളജ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തത്? ഇന്ന് ലോകം വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് AI ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ടും ChatGPT, ജെമിനി പോലത്തെ ബേസിക് സാധനങ്ങൾ ഉപയോഗിക്കാത്ത പലരും നമുക്ക് ചുറ്റുമുണ്ട്. ടെക്നോളജിയെ പേടിക്കല്ല വേണ്ടത്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കുകയാണ് വേണ്ടത്. കാരണം ലോകം മാറുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം, അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. ഒന്നോർക്കണം, മൂർച്ചയില്ലാത്ത ആ കോടാലിയുമായി ശക്തിയായി വീശുന്നതിനേക്കാൾ സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചിലവഴിക്കുന്ന കുറഞ്ഞ ടൈം, അത് തന്നെയാണ് നമ്മളെ ഭാവി മാറ്റിമറിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്തോളി, വെറുതാവില്ല.